ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ക്ലെൻഡ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റോ മീറ്റ് ഡോഗ്സിന് നല്ലതാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇപ്പം നമ്മളുടെ കേരളയിലാണെങ്കിലും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡോഗ്സിന് റോ മീറ്റ് കൊടുക്കുക എന്നുള്ളത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫോറിൻ കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് ഡോഗ്സിന് റോ മീറ്റ് കൊടുക്കുക എന്നുള്ളത്. പക്ഷേ അത് നമ്മളുടെ ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഇതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, പിന്നെ അതുകൂടാണ്ട് ഈ റോ മീറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഡോഗ്സ് അഗ്രസീവ് ആകുമോ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അതുകൂടാണ്ട് ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ട് ഇത് എന്തുകൊണ്ടാണ് ഇത് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. വീഡിയോയിലോട്ട് കിടക്കും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോഗ്സിൻ്റെ ഡയറ്റ് പ്ലാൻ, പിന്നെ ഡോഗ്സിൻ്റെ കമ്പാരിസൺ, പിന്നെ ഡോഗ്സിന് എന്തൊക്കെ ഫുഡ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് ആണ് കൊടുക്കേണ്ടത്, അതിനെയൊക്കെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ എന്താണ് റോ മീറ്റ്? റോ മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്ക് ചെയ്യാത്ത പച്ച മാംസം. അത് എന്തിൻ്റെ ആവാം, ബീഫ് ആവാം, ചിക്കൻ ആവാം, എന്തിൻ്റെ ആണെങ്കിലും കുക്ക് ചെയ്യാത്ത പച്ചമാംസത്തിനെയാണ് നമ്മൾ റോ മീറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സംശയം വരിക, നമ്മളുടെ ഈ റീൽസിലും വീഡിയോസിലൊക്കെ കാണുന്ന പോലെ തന്നെ റോ മീറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഡോഗ്സിന് ഗുണമുണ്ട്. അതിൻ്റെ ആ ഒരു ബോഡി ബിൽഡ് ചെയ്യാനാണെങ്കിലും അതല്ലാണ്ട് അതിൻ്റെ ആ ഒരു സ്കിൻ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിലും ഈ റോ മീറ്റ് ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് റോ മീറ്റ്. ഇനി ഇതിൻ്റെ സയൻറ്റിഫിക് റീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ മീറ്റിൽ വാട്ടർ സോളിബിൾ ആയിട്ടുള്ള വിറ്റാമിൻസും മറ്റുമൊക്കെ നഷ്ടപ്പെടും. അതേസമയം നമ്മൾ റോ മീറ്റ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മളുടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ട കാര്യമാണ് റോ മീറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഡോഗ്സിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത്. ഈ ഒരു കാര്യം നമ്മൾ കുറച്ച് നന്നായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. കാര്യം നമ്മളുടെ ഈ ഫോറിൻ കൺട്രീസിലൊക്കെ അവർ കൊടുക്കുന്ന റോ മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് വരുന്ന മീറ്റാണ്. അതേസമയം നമ്മളുടെ ഇന്ത്യയിലെ കാര്യം നോക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോസസ്സിംഗ് ഒന്നുമല്ല, നമ്മൾ ലൈവായിട്ടുള്ള മീറ്റാണ്. അതായത് നേരിട്ട് അതിനെ കൊന്ന് ഇറച്ചി മുറിച്ച് വിൽക്കുക, ആ ഒരു രീതിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. പക്ഷെ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്ത് അതിൽ യാതൊരു തരത്തിലുള്ള ബാക്ടീരിയ ഒന്നുമില്ലാത്ത രീതിയിൽ അവർ പ്രോസസ്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അത് എത്ര കാലം വേണമെങ്കിലും കേടുകൂടാണ്ടിരിക്കുകയും ചെയ്യും. അത് കഴിക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ദഹന പ്രശ്നങ്ങളോ വേറെ ഒരു പ്രശ്നവും ഡോഗ്സിന് ഉണ്ടാവില്ല. അതേസമയം നമ്മളുടെ ഇവിടെയുള്ള ആ ഒരു റോ മീറ്റ്, അതായത് പ്രോസസ്സ് ചെയ്യാത്ത ലൈവായിട്ടുള്ള റോ മീറ്റ്, അതിൽ ഈ പറഞ്ഞ പോലെ ബാക്ടീരിയയും സംഭവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കുറേ നേരം നമ്മൾ പുറത്ത് വെക്കുക, അവിടുത്തെ അധികവും ഈ പറഞ്ഞ പോലെ തന്നെ ലൈവായിട്ട് തൂക്കിയിട്ടേക്കണേ. ബീഫൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാം വെറുതെ തൂക്കിയിട്ടിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ ഇത് വേവിക്കാണ്ട് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബാക്ടീരിയയും പ്രശ്നങ്ങളൊക്കെ അതിൽ ഉണ്ടാവാനും അത് കഴിക്കുന്നതുകൊണ്ട് ഡോഗ്സിന് ഈ പറഞ്ഞ പോലെ തന്നെ വിരയുടെ പ്രശ്നം, പിന്നെ അതുകൂടാണ്ട് അതിൻ്റെ ദഹനത്തിൻ്റെ പ്രശ്നം, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. ഇനി അതല്ല, നിങ്ങൾ ലൈവായിട്ടുള്ള മീറ്റാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മുറിച്ച് അധികം നേരമൊന്നും പഴകുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ അതെടുത്ത് ഈ പറഞ്ഞ പോലെ നല്ലപോലെ കഴുകിയിട്ട് നിങ്ങൾ കൊടുക്കുകയെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ കുറേ നേരം പുറത്തൊക്കെ വെച്ച് ഈ ബാക്ടീരിയയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിരയുടെയൊക്കെ പ്രശ്നം വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിചയമില്ലാതെ, അതായത് ആദ്യമായിട്ട് നിങ്ങളൊരു ഡോഗിന് റോ ഫുഡ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ദഹന പ്രക്രിയയും മറ്റുമൊക്കെ നമ്മൾ സാധാ കൊടുക്കുന്ന ഫുഡിനോട് അനുബന്ധിച്ചാണ് പൊതുവേ നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ആ ഫുഡ് മാറുമ്പോൾ അതിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വളരെ പടിപടിയായിട്ട് വേണം നമ്മളിപ്പോൾ ഇനി കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ കൊടുക്കാൻ. പിന്നെ വേറൊരു ടെൻഡൻസി നമ്മളുടെ കേരളയിൽ കണ്ടുവരുന്നതാണ് റോ മീറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റ്, അതായത് ചിക്കൻ വേസ്റ്റ്, ഈ പറഞ്ഞ പോലെ ബീഫ് വേസ്റ്റ്, ഇതൊക്കെ എടുത്തിട്ട് ഡോഗിന് കൊടുക്കുന്ന ഒരു ടെൻഡൻസി. അപ്പോൾ അതൊരിക്കലും ചെയ്യാതിരിക്കുക. കാര്യം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഡോഗ്സിന് ഈ പറഞ്ഞ പോലെ തന്നെ ഗുണമൊന്നുമല്ല ഉണ്ടാവുക, ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ പൈസ മുടക്കിയിട്ട് അത്യാവശ്യം നല്ല ബീഫ്, അതായത് അധികം ഈ പറഞ്ഞ പോലെ നെയ്യും വേസ്റ്റൊന്നും ഇല്ലാത്ത നല്ല മീറ്റ് തന്നെ മേടിച്ച് കൊടുക്കുക. പിന്നെ ഏറ്റവും ബെസ്റ്റ് റോ മീറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചിക്കൻ മീറ്റ് തന്നെയായിരിക്കും അത്യാവശ്യം നല്ല ഒരു ഓപ്ഷനായിട്ട് വരുന്നത്. ചിക്കൻ നിങ്ങൾ റോ മീറ്റായിട്ട് അത്യാവശ്യം ലൈവായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്, അധികം പഴക്കമൊന്നും ഇല്ലാത്തതായിരിക്കും. പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് പഴകിയ സാധനങ്ങളൊന്നും റോ മീറ്റായിട്ട് നിങ്ങൾ കൊടുക്കരുത്. കൊടുക്കുമ്പോൾ എപ്പോഴും അതിന് ആ മീറ്റിൻ്റെ ആ ഒരു ചൂടോട് കൂടി തന്നെ അത്യാവശ്യം നല്ലപോലെ കഴുകിയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക.
പിന്നെ ഇനി അടുത്തൊരു ഡൗട്ട്, എല്ലാവർക്കും ഉള്ളൊരു വലിയൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ റോ മീറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഡോഗ് അഗ്രസീവ് ആവുമോ, ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും പിടിച്ച് കടിക്കുമോ, അങ്ങനെയുള്ളൊരു സംശയമുണ്ട്. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗിന് ഇഷ്ടമുള്ള എന്ത് ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ തന്നെ അതൊരു അഗ്രഷൻ പൊതുവേ കാണിക്കും. അത് നമുക്ക് ട്രെയിനിങ്ങിലൂടും മറ്റും ശരിയാക്കി കൊണ്ടുവരാൻ പറ്റും. അതിപ്പോൾ നിങ്ങൾ വേവിച്ച മീറ്റ് കൊടുത്താലും വേവിക്കാത്ത മീറ്റ് കൊടുത്താലും ഒരേ രീതിയിലുള്ള അഗ്രഷൻ കാണിക്കുന്ന ഡോഗ് കാണിക്കുക. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫുഡ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, മാസ്റ്റർ ട്രെയിനിങ് സംഭവങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. അത് നമ്മളുടെ ഈ ചാനലിൽ തന്നെ വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മളുടെ ഡോഗിൻ്റെ ഫുഡ് അഗ്രഷൻ കുറക്കുന്നത്, എങ്ങനെയാണ് മാസ്റ്റർ ട്രെയിനിങ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഇടാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഒരിക്കലും റോ മീറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഡോഗിൻ്റെ ക്യാരക്ടർ അത്ര അങ്ങോട്ട് മാറും, അല്ലെങ്കിൽ എല്ലാവരെയും പിടിച്ച് പിറ്റേ ദിവസം മുതൽ കടിക്കും, അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ വളർത്തുന്ന രീതി പോലെ തന്നെ ഇരിക്കും. അത്യാവശ്യം നമ്മൾക്ക് ആ ഒരു ഡോഗിൻ്റെ മേത്ത് കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫുഡ് അഗ്രഷനുള്ള ഡോഗാണെന്നുണ്ടെങ്കിൽ റോ മീറ്റൊക്കെ കൊടുത്ത് നമ്മൾ സൈഡിൽ ചെന്നൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് മുരളാനും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ കടി കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാണ്ട് ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്, ദെൻ ഹാവ് എ നൈസ് ഡേ.